നമസ്കാരം പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് ബയോളജി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ബയോളജിയിൽ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പാഠഭാഗം അതാണ് നമ്മളിന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. വൈറ്റമിൻ പോലെ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹോർമോണുകളിൽ നിന്നുള്ള ചോദ്യം. ഈ ചോദ്യം ഒരു മാർക്കിന് ഏത് പരീക്ഷയ്ക്കും നേടിയെടുക്കുന്ന തരത്തിൽ ഉപകരിക്കുന്നതായിരിക്കും ഈ ക്ലാസ്. ഒരു പഴുതുകളുമില്ലാതെ പൂർണ്ണമായും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആധികാരികമായ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഉപാചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥികളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാ PSC പരീക്ഷകളിലും ഒരു മാർക്ക് ഹോർമോണുകൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കാറുണ്ട്. ആ മാർക്ക് നമുക്ക് നേടിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. പൂർണ്ണമായും എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഈ ചാപ്റ്ററിനെ പഠിച്ചെടുക്കാൻ നോക്കാം. ശ്രദ്ധിക്കാം, എന്താണ് അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നതിന് മുമ്പ് ഗ്രന്ഥികൾ പ്രധാനമായും 3 തരം ഉണ്ട്. ഒന്ന് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. 2 ബഹിർസ്രാവി ഗ്രന്ഥികൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. 3 ബഹിർസ്രാവി ഗ്രന്ഥികൾ 3 സമ്മിശ്ര ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ മിക്സഡ് ഗ്ലാൻഡ് എന്ന് പറയും. ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ ഗ്ലാൻഡ്, ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കരൾ ആണ്. മറന്നുപോകരുത്, കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അവയവങ്ങളെ പൊതുവേ ഗ്ലാൻഡുകൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കരൾ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ ഗ്ലാൻഡുകളെയും നോക്കിയാൽ ഏറ്റവും വലിയ ഗ്ലാൻഡാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്ലാൻഡാണ് കരൾ എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ബഹിർസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. എന്താണ് ബഹിർസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ? രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കുഴലുകളിലൂടെ ശരീരത്തിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. നാളികളിലൂടെ, അതായത് ഡക്റ്റുകളുണ്ട്, നാളികളുണ്ട്, രാസപദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ആളാണ് ഈ കരൾ. ബഹിർസ്രാവി ഗ്രന്ഥി കൂടിയാണ്. അപ്പോൾ കരൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടും. എന്നാൽ വിയർപ്പ് ഗ്രന്ഥികൾ, ഉമിനീർ ഗ്രന്ഥി ഇതെല്ലാം, അതുപോലെ തന്നെ വിയർപ്പ് ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി, കരള് ഇതെല്ലാം ഏതിൽ വരും? ബഹിർസ്രാവി ഗ്രന്ഥിയിൽ വരും. അന്തസ്രാവി ഗ്രന്ഥികളെ നമ്മൾ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കും. നാളീരഹിത ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളെയാണ്. പ്രത്യേകത, അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോണുകളെയാണ്. അപ്പോൾ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ധർമ്മം പ്രധാനമായും നിർവഹിക്കുന്ന ഗ്ലാൻഡുകളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ. അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രത്യേകത, അവർ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് രക്തത്തിലേക്ക് നേരിട്ട് വിതരണം ചെയ്യും. രക്തമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹോർമോണുകളെ കൊണ്ടുപോവുക. അപ്പോൾ നാളികളില്ലാത്ത ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ. അങ്ങനെയുള്ള അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രാസപദാർത്ഥങ്ങളാണ് ഹോർമോണുകൾ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഹോർമോൺ എന്ന് പറയും, ഹോർമോണുകൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, കണ്ണുനീർ ഗ്രന്ഥിയും ബഹിർസ്രാവിയാണ് കേട്ടോ. കണ്ണുനീർ ഗ്രന്ഥി ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. എന്ന് പറഞ്ഞാൽ നാളിയുണ്ട്. നാളീരഹിത ഗ്രന്ഥികളെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുക. ഇവിടെ നോക്കണേ, ഹോർമോസിൻ എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് ഹോർമോൺ എന്ന് പറയുന്ന വാക്കുണ്ടായത്. ഹോർമോസിൻ എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക. ഹോർമോസിൻ എന്നാൽ ഉത്തേജിപ്പിക്കുക എന്നർത്ഥം. ഗ്രീക്ക് ഭാഷയാണ്. ഈ സാധനം ഉണ്ടാക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഹോർമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോസിൻ അല്ലെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഹോർമോസിൻ എന്ന വാക്കിൽ നിന്നാണ് ഹോർമോൺ ഉണ്ടായത്. ഈ ഹോർമോണിനെക്കുറിച്ചും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. പഠിക്കണം, എൻഡോക്രൈനോളജി എന്ന് പറയും. Endocrinology is the study of hormone and endocrine gland. എൻഡോക്രൈൻ ഗ്ലാൻഡുകളെക്കുറിച്ചും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും
പഠിക്കുന്ന സയൻസിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈനോളജി. ഫാദർ ഓഫ് എൻഡോക്രൈനോളജി എന്നറിയപ്പെടുന്നത് ടി അഡിസൺ. ടി അഡിസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്, ടി അഡിസൺ എന്ന് പറയുന്ന ആളിനെയാണ് നമ്മൾ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി എന്ന് അറിയപ്പെടുക. ഫാദർ ഓഫ് എൻഡോക്രൈനോളജി എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഹോർമോൺ എന്ന വാക്കിനെ ആദ്യമായി സയൻസിലേക്ക് പരിചയപ്പെടുത്തിയത് സ്റ്റാർസിലാണ്. സ്റ്റാർസിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി 1950 ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് സ്റ്റാർസിൽ ആണ്. സ്റ്റാർസിൽ. ഫാദർ ഓഫ് എൻഡോക്രൈനോളജി ടി അഡിസൺ. ഫാദർ ഓഫ് എൻഡോക്രൈനോളജി ടി അഡിസൺ. എന്നാൽ ഈ വാക്ക്, ഹോർമോൺ എന്ന് പറയുന്ന വാക്ക് സയൻസിൽ ആദ്യമായി ഉപയോഗിച്ചത് സ്റ്റാർസിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഏത് വർഷം? 1950. എന്നാൽ ഹോർമോണുകളുടെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ശരീരത്തിലെ ഉപാജയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അന്തസ്രാവി ഗ്രന്ഥികൾക്ക് നാളികൾ ഇല്ല. അവർ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു, എന്നിട്ട് രക്തത്തിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നു. എൻ്റെ പൊന്നുപിള്ളേരെ പഠിക്കണം, നമ്മുടെ ശരീരത്തിനകത്ത് 3 തരം നാളികളുണ്ട്. ഒന്ന് എൻഡോക്രൈൻ അന്തസ്രാവി, 2 ബഹിർസ്രാവി എക്സോക്രൈൻ, 3 സമ്മിശ്ര ഗ്രന്ഥി എന്ന് പറയും, അതായത് മിക്സഡ്. അതാണ് പാൻക്രിയാസ്. പാൻക്രിയാസ്. ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും, പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ സമ്മിശ്ര നാഡിക്ക് ഉദാഹരണം ചോദിച്ചാൽ ഉത്തരം എഴുതണം പാൻക്രിയാസ്. അവൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാറുണ്ട്, അവൻ എൻസൈമും ഉൽപ്പാദിപ്പിക്കാറുണ്ട്, അവൻ സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണെന്ന് പറയേണ്ടി വരും. ഓർത്തു വയ്ക്കുക, ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അന്തസ്രാവി ഗ്രന്ഥിയിൽ ഉൾപ്പെടുന്നത് ആരാണ്? കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ കാണപ്പെടും, ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു. തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ് ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡ്, ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക് എക്സാമ്പിളാണ്. PS ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്രാവി ഗ്രന്ഥി ഏത്? കണ്ണുനീർ ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി, വിയർപ്പ് ഗ്രന്ഥി, കരൾ, ഇതെല്ലാം ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്മിശ്ര ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി. ഓർത്തു വയ്ക്കണം, ഇതെല്ലാം PSCയുടെ ചോദ്യങ്ങളാണ്, ഇതെല്ലാം PYQs ആണ്. കാരണം ഹോർമോണിലെ ഓരോന്നും ചോദ്യങ്ങളാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് കേൾക്കാം. തൈറോയിഡ് ഗ്രന്ഥി എന്താണ്? എവിടെയാണ് തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുക? നമ്മുടെ കഴുത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് ഇവിടെ കാണപ്പെടുന്നതാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, ആദംസ് ആപ്പിൾ എന്നറിയപ്പെടും. എന്താ പേര്? ആദംസ് ആപ്പിൾ എന്നാണ് അറിയപ്പെടുക. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥി. ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു, കഴുത്തിലാണ് കാണപ്പെടുന്നത്. ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കഴുത്തിൽ കാണപ്പെടുന്നു. ആദംസ് ആപ്പിൾ എന്നാണ് ഈ ഗ്രന്ഥി അറിയപ്പെടുന്നത്. ഇവൻ പ്രധാനമായും ഏറ്റവും മാസ് പോയിൻ്റ് അതല്ല ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. അതാണ് പോയിൻ്റ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. എന്നാൽ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് PSC ചോദിക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക. പീയൂഷ ഗ്രന്ഥി ഉണ്ടെങ്കിൽ അതെഴുതുക, പീനിയൽ ഗ്രന്ഥി ആണെങ്കിൽ അതെഴുതുക. ഇത് രണ്ടും കൂടി ഒരിക്കലും വരില്ല. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ പണ്ട് PSCയുടെ ഉത്തരം പീയൂഷ ഗ്രന്ഥി എന്നാണ്. ഇന്ന് SCERT പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പീനിയൽ ഗ്രന്ഥി എന്നാണ്. അപ്പോൾ അത് ഉചിതമായി നിങ്ങൾ തിരഞ്ഞെടുക്കുക. SCERT പുസ്തകത്തെ കുറച്ചുകൂടെ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ പീനിയൽ എഴുതുന്നതായിരിക്കും ഉചിതം. ഓക്കെ, ഇനി അത് കമൻറ്റ് ബോക്സിൽ സംശയം ചോദിക്കേണ്ട, പീനിയൽ എന്നെഴുതാം കേട്ടോ. പീനിയൽ, പീയൂഷം രണ്ടും ഉത്തരമാണ്. ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തൈറോയിഡാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥി ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എഴുതണം, അത് ഏതാണ്? പാൻക്രിയാസ് ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഓക്കെ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ശരി, അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ഇവൻ 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും. തൈറോയിഡ് ഗ്ലാൻഡ് 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും. ഒന്നാമത്തവൻ്റെ പേരാണ് തൈറോക്സിൻ. അടുത്തത്
കാൽസിട്ടോണിൻ, തൈറോക്സിൻ. അടുത്തത് കാൽസിട്ടോണിൻ. തൈറോക്സിൻ്റെ ജോലി എന്താ? തൈറോക്സിൻ്റെ ജോലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുക. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെ വേഗത ത്വരിതപ്പെടുത്തുക, വർദ്ധിപ്പിക്കുക. അതാണ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമായ മൂലകമാണ് അയഡിൻ. അപ്പോൾ പഠിച്ചോണം അയഡിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. തൈറോക്സിൻ്റെ നിർമ്മാണത്തിനാണ് അയഡിൻ പ്രധാനമായും വേണ്ടത്. അയഡിൻ്റെ പ്രസൻസിൽ മാത്രമേ, അയഡിൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂട്ടാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ട്? ക്ലിയറാണ്? ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ച വികസിപ്പിക്കുന്നത്, മസ്തിഷ്കത്തിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നത് ഈ ഹോർമോണാണ് തൈറോക്സിൻ. എങ്ങനെയാണ്? ഭ്രൂണാവസ്ഥയിലും ശൈശവ അവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ ഡെവലപ്മെൻറ്റും വളർച്ചയും ഒക്കെ യവൻ്റെ കൈകളിലാണ്. യവനാണ് അതിനെ ത്വരിതപ്പെടുത്തുന്നത്, ആക്സിലറേറ്റ് ചെയ്യുന്നത്. നമ്മൾ വിശ്രമിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കും. അത്തരം ഉപാപചയ പ്രവർത്തനങ്ങളിൽ കുറച്ച് ഊർജ്ജമൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവ് ഊർജ്ജത്തെയാണ് നമ്മൾ ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിശ്രമിക്കുന്ന അവസ്ഥയിൽ പോലും തൈറോക്സിൻ പ്രവർത്തിക്കും. ബേസിക് മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ കൂടിയാണ് തൈറോക്സിൻ. പറഞ്ഞു വരുന്നത്, തൈറോക്സിനെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ഈസ് ദെയർ ഇൻ ദ ഫങ്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഫങ്ഷൻ്റെ കാര്യത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് തൈറോക്സിൻ. നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമാണ് അയഡിൻ്റെ കുറവ് കൊണ്ട് ഗോയിറ്റർ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഗോയിറ്റർ വന്നത്? അയഡിൻ്റെ കുറവുകൊണ്ട്. അതുകൊണ്ട് ഗോയിറ്റർ ചികിത്സിക്കാൻ എന്ത് വേണം? അയഡിൻ 141 ഗോയിറ്ററിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ്. അപ്പം റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗോയിറ്ററിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കും അയഡിൻ 141. ബേസിക് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ എന്ത് വേണം? നിയന്ത്രിക്കാൻ എന്ത് വേണം? കൂട്ടാനെന്നല്ല, നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ശ്രദ്ധിക്കണം, തൈറോക്സിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്, തൈറോക്സിൻ കൂടിയാലുണ്ടാകുന്ന രോഗങ്ങളും ഉണ്ട്. ശ്രദ്ധിക്കാം, തൈറോക്സിൻ കുറഞ്ഞാലുണ്ടാകുന്ന രോഗമാണ്, നോക്കണേ, ക്രിറ്റിനിസം എന്ന് പറയും. ക്രിറ്റിനിസം കുട്ടികളിലുണ്ടാകുന്നതാണ്. മിക്സഡിമ, ക്രിറ്റിനിസം, മിക്സഡിമ രണ്ടും ഇംഗ്ലീഷ് വാക്കുകളാണ്. കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് ക്രിറ്റിനിസം. മുതിർന്നവരിൽ എന്താണ്? തൈറോക്സിൻ കുറഞ്ഞാലുണ്ടാകുന്ന രോഗം. തൈറോക്സിൻ കുറഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് ക്രിറ്റിനിസം. കുറഞ്ഞാൽ മുതിർന്നവരിലുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ എന്ന് പറയുന്ന രോഗം. എന്നാൽ ഈ ഹോർമോൺ കൂടിയാൽ കുറഞ്ഞാലാണ് ഇത് രണ്ടും. കുറഞ്ഞാൽ കുട്ടികളിൽ ക്രിറ്റിനിസം, കുറഞ്ഞാൽ മുതിർന്നവരിൽ മിക്സഡിമ. കൂടിയാലുണ്ടാകുന്ന രോഗമാണ് എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും. ഗ്രേവ്സ് ഡിസീസ് എന്ന് PSC ചോദിക്കും. ഗ്രേവ്സ് ഡിസീസ് എന്ന് ചോദിക്കും. ഉത്തരം എഴുതണം എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും. ശ്രദ്ധിക്കണേ, നമ്മൾ കാൽഷ്യം ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ രക്തത്തിനകത്ത് കാൽഷ്യത്തിൻ്റെ അളവ് കൂടും. രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് നോർമലി SCRT പുസ്തകം അനുസരിച്ച് 9 മുതൽ 11 വരെയാണ്, മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. 9 മുതൽ 11 വരെ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഇതാണ് സാധാരണ ഡെസിലിറ്റർ. ഇതാണ് സാധാരണ കാൽഷ്യത്തിൻ്റെ അളവ്. നമ്മൾ കഴിക്കുന്ന കാൽഷ്യം ഫുഡ് കൂടുതലാണെങ്കിൽ രക്തത്തിൽ സ്വാഭാവികമായി കാൽഷ്യത്തിൻ്റെ അളവ് കൂടും. കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയാൽ ആ കാൽഷ്യത്തെ എല്ലുകളിലും പല്ലുകളിലും സംഭരിച്ചു വെക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഹോർമോൺ കൂടി അവൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ്. അവൻ്റെ പേരാണ് കാൽസിട്ടോണിൻ. അതായത് രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയാൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന, എല്ലുകളിലും പല്ലുകളിലും കൊണ്ടുപോയി ശേഖരിച്ചു വെക്കുന്ന
ഹോർമോണിൻ്റെ പേരാണ് കാൽസിട്ടോണിൻ. PSC ചോദിക്കും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കൊടുക്കുന്ന ഹോർമോൺ ഏതെന്ന്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതണം കാൽസിട്ടോണിൻ. എന്താ ആക്ച്വലി കാൽസിട്ടോണിൻ ചെയ്യുന്നത്? രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയപ്പോൾ അത് ശേഖരിച്ച് വെക്കാൻ എല്ലുകളിലേക്കും പല്ലുകളിലേക്കും കൊണ്ടുപോയി. പക്ഷേ എല്ലുകളും പല്ലുകളും ബലപ്പെടുത്തുന്ന ഹോർമോൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കാൽസിട്ടോണിന് എഴുതാം. കാൽസിട്ടോണിൻ്റെ ധർമ്മം അതല്ല, ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി കൂടുമ്പോൾ കുറയ്ക്കുക. ഇതാണ് ജോലി. ക്ലിയർ ആണല്ലോ? ആദംസ് ആപ്പിൾ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി, കഴുത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥി, ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണപ്പെടുന്ന ഗ്രന്ഥി, തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ മൂലകം, ബേസിക് മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ പഠിച്ചു കഴിഞ്ഞു. ശൈശവാവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും തലച്ചോറിൻ്റെ വികാസം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൈറോക്സിൻ. തൈറോക്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി ശരീരത്തിലെ മുഴുവൻ ഉപാജയ പ്രവർത്തനങ്ങളെയും ത്വരിതപ്പെടുത്തുക. യവൻ്റെ കുറവ് കൊണ്ട് കുട്ടികളിലുണ്ടാകുന്ന രോഗം ക്രെറ്റിനിസം, മുതിർന്നവരിൽ മിക്സഡിമ, കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകും. അതായത് കുറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ഇത് രണ്ടും, കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകും. എക്സോതാൽമിക് ഗോയിറ്റർ, മറ്റൊരു പേര് ഇരട്ട പേരെന്താണ്? നാട്ടുകാർ വിളിക്കുന്ന പേരെന്താണ്? ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. പേരെന്നുകൂടി ഗ്രേവ്സ് ഡിസീസ്. രണ്ടാമത്തെ നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്ലാൻഡിൻ്റെ പേരാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് പേരിൽ സാമ്യതയുള്ളതാണ്. ഓക്കെ, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇവിടെയല്ല ഇരിക്കുന്നത്. അതിൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് 4 ഗ്ലാൻഡുകളാണ്, 4 ചെറിയ ഗ്ലാൻഡുകളാണ് ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ PSC ചോദിക്കും തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്തായി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്ത് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്ത് 2 വശങ്ങളിലുമായി 4 എണ്ണം. അതാണ് ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് പാരാതോർമോൺ എന്ന് പറയും. പാരാതോർമോണാണ് ഇവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര്. ഈ ഹോർമോണിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എന്താണോ നേരത്തെ കാൽസിട്ടോണിൻ ചെയ്തത്, കാൽസിട്ടോണിൻ എന്താ ചെയ്തത്? രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയപ്പോൾ കുറച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കൂടാൻ സഹായിക്കും. രക്തത്തിൽ കാൽഷ്യം വേണമല്ലോ, രക്തം കട്ട പിടിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണം. പേശികളുടെ സങ്കോചത്തിന് കാൽഷ്യം അത്യാവശ്യമാണ്. കാൽഷ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് നമ്മുടെ ശരീരത്തിൽ. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. എത്രയാണ്? 9 മുതൽ 11 വരെ മില്ലിഗ്രാം പെർ 100 ml ഡെസിലിറ്റർ. പക്ഷേ PSCയുടെ റാങ്ക് ഫയലിലൊക്കെ കൊടുത്തിരിക്കുന്നത് 8 മുതൽ 10 വരെ എന്നാണ്, അല്ല 10 മുതൽ 12 വരെ എന്നാണ്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. SCRT 9 മുതൽ 11 വരെ അതും പഠിക്കുക. ആ റേഞ്ചാണ് വേണ്ടത്. പാരാതോർമോണിൻ്റെ ജോലി എപ്പോഴെങ്കിലും നമ്മുടെ രക്തത്തിലോ നമ്മുടെ ശരീരത്തിലോ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് കൂട്ടും. എങ്ങനെയാണ് കൂട്ടുക? വൃക്കയിലെ പുനരാകിരണം നടത്തുന്നത്. നമ്മുടെ രക്തത്തിൽ നിന്നും ആവശ്യമുള്ള ഘടകങ്ങളെയൊക്കെ വലിച്ചെടുക്കുന്നൊരു ജോലിയുണ്ട്. ആർക്ക്? കിഡ്നിക്ക്. കിഡ്നിയിൽ നിന്നും കാൽഷ്യത്തെ ആഗിരണം ചെയ്യാൻ കിഡ്നിയോട് പറയുന്ന സാധനമാണ് പാരാതോർമോൺ. കിഡ്നി പുനരാകിരണ പ്രവർത്തനങ്ങൾ അബ്സോർപ്ഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ രക്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഫിൽട്രേഷൻ പ്രോസസ്സിൽ കാൽഷ്യത്തെ കൂടുതലായി ആഗിരണം ചെയ്ത് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നോർമൽ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും കുറയുന്ന സമയത്ത്. ഓക്കെ, അവൻ്റെ പേരാണ് പാരാതോർമോൺ എന്ന് പറയും. ഇതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ജോലിയും. ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അവൻ്റെ സ്ഥാനം അറിയാമല്ലോ എവിടെയാണ്? തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്ത് ഇരുവശങ്ങളിലുമായി 4 എണ്ണം. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് പാരാതോർമോൺ. പ്രധാന ജോലി കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കൂട്ടാൻ സഹായിക്കുക. എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? അടുത്ത ഗ്ലാൻഡ് പഠിക്കാം. പാരാതോർമോണിൻ്റെ കുറവ് കൊണ്ട് ഒരു രോഗമുണ്ടാവും. പാരാതോർമോണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പേശികളെ ബാധിക്കുന്ന രോഗം. രോഗത്തിൻ്റെ പേരാണ് ടെറ്റനി. ടെറ്റനസ് അല്ല, ടെറ്റനി. ഓർത്ത് വെച്ചോണേ, ടെറ്റനസ് ഓപ്ഷനിൽ കാണും, ടെറ്റനിയാണ്. ടെറ്റനി എന്ന് പറഞ്ഞാൽ പേശികളെ ബാധിക്കുന്ന രോഗം ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് പാരാതോർമോൺ. എന്ന് പറഞ്ഞാൽ നമ്മളിൽ കാൽഷ്യം കുറവാണ്. പുനരാകിരണം ചെയ്യാൻ, വൃക്കയിൽ നിന്നും കാൽഷ്യത്തെ പുനരാകിരണം ചെയ്യാൻ പാരാതോർമോൺ ഇല്ല. സോ അത് ആരെ അഫക്റ്റ് ചെയ്യും? പേശികളെ അഫക്റ്റ് ചെയ്യും അല്ലേ? പേശി വലിവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. സോ അതിനെ നമ്മൾ ടെറ്റനി എന്ന് പറയുക. പേശി ക്ലമം പോലെ കേട്ടോ, അതാണ് ടെറ്റനി. പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. ഗ്രന്ഥികളുടെ ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി, നായക ഗ്രന്ഥി, രാജഗ്രന്ഥി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്?
തലച്ചോറിൻ്റെ ചുവട്ടിലായി പയറുവിത്തിൻ്റെ ആകൃതിയിൽ 0.5 ഗ്രാം മാത്രം ഭാരമുള്ള ഒരു ഗ്ലാൻഡാണ് പീയൂഷഗ്രന്ഥി. വൈ ഇറ്റ് ഈസ് കോൾഡ് എ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. എന്തുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി എന്ന് വിളിക്കുന്നത്? മറ്റുള്ള ഗ്രന്ഥികളുടെ ഉൽപ്പാദനത്തെയൊക്കെ ത്വരിതപ്പെടുത്താൻ കഴിയുന്ന ചില ഹോർമോണുകൾ അവൻ ഉൽപ്പാദിപ്പിക്കും. അവരെ നമ്മൾ ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയാറുണ്ട്. ട്രോപ്പിക് വാക്ക് കേൾക്കണം. ട്രോപ്പിക് PYQ ആണ്. PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ. അവരെ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷഗ്രന്ഥിയാണ്. അത് ചെറുതാണ്, വളരെ ചെറുതാണ്. തലച്ചോറിൻ്റെ ഏറ്റവും ചുവട്ടിലായി കാണപ്പെടുന്നു. പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. 0.5 ഗ്രാം ഭാരം. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. അവരുടെ ഇവൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയും. മറ്റുള്ള ഗ്രന്ഥികളുടെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്താൻ കഴിയുന്ന ഹോർമോണുകൾ അതാരൊക്കെയാണ്? TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും. അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, പുരുഷന്മാരിലും സ്ത്രീകളിലുമൊക്കെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ലൈംഗിക ഹോർമോണാണ്. ഓക്കെ. ഗൊണാഡുകളുടെ പ്രവർത്തനം അത് പറയാം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട്. പുരുഷന്മാരിലാണെങ്കിൽ ഗൊണാഡ്, സ്ത്രീകളിലാണെങ്കിൽ അണ്ടം. ഓക്കെ. അണ്ടത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങളെ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ. അത് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്നും പറയും. വളർച്ചാ ഹോർമോൺ. ഇത് നിർമ്മിക്കുന്നതും ഇവനാണ്. വളർച്ചാ ഹോർമോൺ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയും? ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയും. ഇത് ഗ്രോത്ത് ഹോർമോണാണ്. സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയും. സൊമാറ്റോട്രോപ്പിക് അത് ട്രോപ്പിക്കാണ്. പ്രോലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് റിലേറ്റഡ് ടു മിൽക്ക്. ഓക്കെ. ശരി, നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് നിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് നോക്കാം. ആദ്യത്തേത്, ഈ പീയൂഷഗ്രന്ഥിയെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. രാജഗ്രന്ഥി, നായകഗ്രന്ഥി, ഗ്രന്ഥികളുടെ ഗ്രന്ഥി എന്നൊക്കെ പറയുന്നത് ഈ പീയൂഷഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, അതിനകത്തൊരു കോൺട്രവേഴ്സിയുടെ ഒരു തർക്കമുണ്ട്. എന്താണ്? പീയൂഷ ഗ്ലാൻഡ് എന്നും പറയാം, പീനിയൽ ഗ്ലാൻഡ്, രണ്ടുപേരുണ്ട്. അത് നമ്മൾ ഉചിതമായി ഓപ്ഷൻ നോക്കി എടുത്ത് എഴുതുക. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണെങ്കിൽ, SCERT ബുക്ക് അനുസരിച്ചാണെങ്കിൽ പീനിയൽ, എന്നാൽ റാങ്ക് ഫയലൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ PSCയുടെ ഉത്തരം അനുസരിച്ചിട്ടാണെങ്കിൽ പീയൂഷം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ. ശ്രദ്ധിക്കാം. നമുക്ക് ഗ്രോത്ത് ഹോർമോൺ, ഈ ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് ശൈശവകാലം മുതലേ നമ്മൾ വളർന്നു വരാൻ കാരണം. ഓക്കെ. അതായത് നമ്മുടെ പീയൂഷഗ്രന്ഥിയുടെ മുൻഭാഗമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ ഗ്രോത്ത് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളർച്ചാഘട്ടങ്ങളിൽ കൂടിയാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് വണ്ണം വെക്കും, ഭയങ്കരമായിട്ട് തടിക്കും. ഇതിനെയാണ് നമ്മൾ ജൈജാൻറ്റിസം എന്ന് വിളിക്കുക. ഓക്കെ. ഭീമാകാരത്വം എന്ന് പറയും. ഭീമാകാരത്വം. ഓക്കെ. എന്നാൽ വളർച്ചാഘട്ടങ്ങളിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറവായി എന്ന് വിചാരിക്കട്ടെ. വളർച്ചാഘട്ടങ്ങളിൽ അങ്ങനെയാണെങ്കിൽ വാമനത്വം, ഡ്വാർഫിസം ഉണ്ടാവും. വാമനത്വം ഉണ്ടാവും. ആള് ചെറുതായിപ്പോവും, വളർച്ച തീരെയില്ല. അപ്പോൾ വളർച്ച ഭയങ്കരമായിട്ടുണ്ടാകുന്നതാണെന്ന് തോന്നുന്നു ഭീമാകാരത്വം, കുറഞ്ഞു പോകുന്നതാണ് വാമനത്വം. വളർച്ചാഘട്ടം കഴിഞ്ഞിട്ടും ഇവൻ്റെ ഉൽപ്പാദനം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആരുടെ? ഗ്രോത്ത് ഹോർമോണിൻ്റെ. അങ്ങനെ വരുമ്പോൾ ഈ ശരീരഭാഗത്തിൻ്റെ ടിപ്പുകൾ ഭയങ്കരമായിട്ട് വിരലുകൾ നീളം വയ്ക്കുക, മുഖത്തിൻ്റെ ഇങ്ങനെ നീളം വെക്കുക, കാലുകൾ നീളം വെക്കുക, വിരലുകളൊക്കെ നീളം വെക്കുക, കൈയുടെ, അങ്ങനെ ഒരു രോഗമുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി എന്ന് പറയും. അക്രോമെഗാലി. ഓർമ്മിച്ചോണേ, അക്രോമെഗാലി എന്ന് പറയുന്ന രോഗമുണ്ടാകും. അക്രോമെഗാലി. ഇനി പ്രസവിച്ചു കഴിഞ്ഞ മാതാവിൽ, ഓക്കെ, ഒരു കുഞ്ഞിന് പ്രസവിച്ചു കഴിഞ്ഞു, ഉടൻ തന്നെ ആ കുഞ്ഞിന് കുടിക്കാനുള്ള മുലപ്പാൽ കിട്ടണമല്ലോ. അങ്ങനെയുള്ള മുലപ്പാലിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. അപ്പോൾ മുലപ്പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്ന പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്, അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി എന്ന് പഠിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ പോയിൻറ്റുകളും നമ്മൾ ക്ലാസ്സിനകത്ത് കേട്ട് കഴിഞ്ഞു. ഓർത്ത് വയ്ക്കണം, ഇതിനകത്തുള്ള പോയിൻറ്റുകളെല്ലാം എഴുതിയെടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഒരു തവണ കൂടി കണ്ടാലും യാതൊരു നഷ്ടവും നമുക്കില്ല, കാരണം എല്ലാ പോയിൻറ്റും നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. പ്രായപൂർത്തി ആയതിന് ശേഷം ഒരാളിൽ പീയൂഷ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നു.
അങ്ങനെ വന്നാൽ അയാളുടെ ശരീരം നന്നായിട്ട് മെലിയുകയും ലൈംഗിക അവയവങ്ങൾ ശൈശവാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് എന്ത് പേര്? സിമൺസ് സിൻഡ്രോം എന്നറിയപ്പെടുക. സിമൺസ് രോഗം, സിമൺസ് സിൻഡ്രോം എന്നറിയപ്പെടും. എന്താ പറഞ്ഞത്? പ്രായപൂർത്തിയായ ഒരാളിൽ യവൻ്റെ പ്രവർത്തനം തീരെയില്ല. അങ്ങനെ വരുമ്പോൾ ശരീരം മെലിയുകയും ലൈംഗിക അവയവങ്ങൾ ശൈശവ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് സിമൺസ് സിൻഡ്രോം എന്ന് പറയും. ശരി, നമുക്ക് അടുത്ത ഗ്ലാൻഡ് പഠിക്കാം. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് സെറിബെല്ലത്തിന് തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഏറ്റവും ചെറിയൊരു ഗ്ലാൻഡാണ് ഈ പീനിയൽ ഗ്ലാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചെറുതാണ്, ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡാണ് ഏത്? പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഇവനെ നമ്മൾ ജൈവ ഘടികാരം എന്ന് വിളിക്കും. ഇങ്ങനെയാണ് PSCയുടെ ചോദ്യം. ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ്, പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്ന് അറിയപ്പെടും. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. സെറിബെല്ലത്തിൻ്റെ തൊട്ടടുത്തായി കാണപ്പെടുന്നു. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്ലാൻഡ്. ജൈവ ഘടികാരം. എന്തുകൊണ്ടാണ് അതിനെ ജൈവ ഘടികാരം എന്ന് വിളിക്കാൻ കാരണം? യവൻ 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഉണ്ടാക്കാറുണ്ട്. ഒന്നാമത്തവൻ്റെ പേരാണ് മെലാട്ടോണിൻ. രണ്ടാമത്തവൻ്റെ പേരാണ് സെറാട്ടോണിൻ. ഈ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രത്യേകത, രാത്രികാലങ്ങളിലാണ് ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പം ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. രാത്രികാലങ്ങളിലാണ് ഈ ഗ്ലാൻഡ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത്. മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം ഇല്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ സൈക്ലിക്കായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? റെഗുലറായിട്ട് കൃത്യമായി മുറ തെറ്റാതെ നമ്മൾ ചെയ്യുന്ന, ഓരോ ദിവസവും ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ഉറങ്ങുന്ന സമയമായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്നത് എന്തായിക്കോട്ടെ, ആ പ്രവർത്തനങ്ങളെല്ലാം കൃത്യസമയത്തിന് അത് നിർവഹിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നതും സഹായിക്കുന്നതും മെലാട്ടോണിനാണ്. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എന്തോന്നാ? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് നമ്മൾ വിളിക്കും. സെറാട്ടോണിൻ വൈകാരികമായ ഒരു അവസ്ഥ, ഒരു മനുഷ്യനിൽ വൈകാരികമായ ഒരു അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ശ്രദ്ധിച്ച് കേൾക്കാം. സെറാട്ടോണിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് സെറാട്ടോണിൻ. വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. നോക്കണേ, മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് കൃത്യമായ പ്രജനനം ഉള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഈ മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ഉറക്കമാണ് പ്രധാനം. ദൈനംദിന പ്രവർത്തനങ്ങളുടെ സൈക്ലിക്കായി നടത്തിക്കൊണ്ടുവരുന്നതും മെലാട്ടോണിനാണ്. ലൈംഗിക പ്രവർത്തനങ്ങൾ, കൃത്യമായ പ്രജനനമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മെലാട്ടോണിനാണ്. ഇത് വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 4 അന്തസ്രാവി ഗ്രന്ഥികളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്, പഠിച്ചത്. നമുക്കടുത്ത് പാൻക്രിയാസ് എന്ന് പറയുന്ന ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ച് കേൾക്കാം. പറയാൻ പോകുന്നത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയെക്കുറിച്ചാണ്. നമ്മുടെ ആമാശയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവൻ്റെ സ്ഥാനം. ഏകദേശം ഒരു 2.5 ഇഞ്ചോളം നീളമുണ്ടാവും. ഒരു പച്ച നിറത്തിലാണ്, ഏകദേശം ഒരു പെയിൽ ഗ്രീൻ കളറിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ അന്തസ്രാവി ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുക. ഇവനെ നമ്മൾ മധുരഗ്രന്ഥി എന്ന് വിളിക്കാറുണ്ട്. മധുരഗ്രന്ഥി എന്ന് പറയാറുണ്ട്. മധുരഗ്രന്ഥി അല്ലെങ്കിൽ നമ്മളിതിനെ സ്വീറ്റ് ബ്രെഡ് എന്ന് പറയും. ഇംഗ്ലീഷിൽ സ്വീറ്റ് ബ്രെഡ് എന്ന് പറയും, മധുരഗ്രന്ഥി എന്ന് പറയും. വളരെ പ്രധാനമാണ് ആഗ്നേയ ഗ്രന്ഥിയുടെ ധർമ്മങ്ങൾ. ദഹനത്തിലും ഇവൻ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത് ഇവൻ ദഹന പ്രക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ള ദഹന രസം ഉണ്ടാക്കാറുണ്ട്. ആഗ്നേയ രസം എന്ന് പറയും, അത് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യവൻ അന്തസ്രാവി ഗ്രന്ഥിയുമാണ്, ബഹിർസ്രാവി ഗ്രന്ഥിയുമാണ്. അതുകൊണ്ട് നമ്മളിവനെ സമ്മിശ്ര ഗ്രന്ഥി എന്ന് പറയാറുണ്ട്. സമ്മിശ്ര ഗ്രന്ഥി 2ാമത്തെ വലിയ ഏതാണ്? അന്തസ്രാവി, വലുത്. അങ്ങനെയൊക്കെ PSC ചോദിക്കും. മധുരഗ്രന്ഥി എന്നറിയപ്പെടും. ഈ ഗ്രന്ഥി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം യവനാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്.
ഇൻസുലിൻ അറിഞ്ഞുകൂടാത്ത ഒരാൾ പോലുമില്ല. ഇതാ കേൾക്കണം, ഒരു ദിവസം ഒരാളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഇൻസുലിൻ്റെ അളവ്, ഒരു ശരാശരി അളവാണ് ഏകദേശം 1 ലിറ്ററോളം. ഏകദേശം 1 ലിറ്ററോളം. ഏകദേശം കൃത്യമായ അളവാണോ ചോദിച്ചാൽ അല്ല, ഏകദേശം. ഇൻസുലിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത്, ഇതൊരു പെപ്റ്റൈഡ് ഹോർമോണാണെന്ന് പറയും. പെപ്റ്റൈഡ് ഹോർമോൺ എന്നാണ് പറയുന്നത്. അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകളുടെ കോമ്പിനേഷനാണ് പെപ്റ്റൈഡ്, അല്ലേ? ആണ്. പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ട് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളാക്കി മാറ്റുന്നതിന് മുമ്പുള്ള അമിനോ ആസിഡുകളുടെ 2 അമിനോ ആസിഡുകൾ ചേരുമ്പോഴാണ് പെപ്റ്റൈഡ് എന്ന് പറയുക. അപ്പോൾ പെപ്റ്റൈഡ് ഹോർമോണാണ് ഏത്? ഇൻസുലിൻ. അങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നെ. പെപ്റ്റൈഡ് ഹോർമോൺ. നിങ്ങൾക്ക് ഒരു ഗ്ലാൻഡുകളുടെ ഹോർമോണുകളുടെ ക്ലാസ് ഇത്രയും ആധികാരികമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം പെപ്റ്റൈഡ് ഹോർമോണാണ്. ഈ ഇൻസുലിൻ 1 ലിറ്ററാണ് ഒരു ദിവസം ഒരാളുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ആവറേജ് കണക്ക്. ഇതിനോടൊപ്പം ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടി ഇവൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തുക, കൂടാതെ കുറയാതെ നോക്കുക. കൂടിയാൽ കുറയ്ക്കുക, കുറഞ്ഞാൽ കൂട്ടുക. അങ്ങനെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ 80 to 120 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇതാണ് PSCയുടെ ഉത്തരം. SCERT പുസ്തകത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ എന്താണോ ഉചിതമായി വരുന്നത് അത് നോക്കിയെടുത്തെഴുതുക. ഗ്ലൂക്കോസിൻ്റെ ലെവല് നമ്മുടെ ശരീരത്തിൽ കൂടിയെന്ന് വിചാരിക്കട്ടെ. ഇൻസുലിൻ എന്ന് പറയുന്ന ആളിനെ ഉപയോഗിച്ച് നമ്മുടെ ശരീരം ഗ്ലൂക്കോസിനെ കമ്പൈൻ ചെയ്യിപ്പിക്കും. ഗ്ലൂക്കോസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് അതെന്തായി മാറും? ഗ്ലൂക്കോസാണ് ഇതെല്ലാം. ഈ ഓരോ വരകളും ഗ്ലൂക്കോസാണ്. അതെന്തായി മാറും? ഗ്ലൈക്കോജൻ ആയി മാറും. ഗ്ലൂക്കോസ് ചേർന്നിട്ടാണ് എന്തായി മാറുക? ഗ്ലൈക്കോജനായി മാറും. ആ ഗ്ലൈക്കോജൻ കരൾ, മസിൽ, പേശികൾ ഇവിടെ ശേഖരിക്കപ്പെടും. അങ്ങനെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതിരിക്കും. കൂടിയപ്പോഴാണ് ഈ പ്രവർത്തനം നടന്നത്. നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ഈ പറയുന്ന ആരാണ്? ഇൻസുലിൻ നേരെ പ്രവർത്തനം ആരംഭിക്കും. അവൻ ഗ്ലൂക്കോസുകളെ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഗ്ലൈക്കോജനാക്കി കരളുകളിലും പേശിയിലും ശേഖരിക്കും. അങ്ങനെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നമ്മൾ പട്ടിണി കിടക്കുന്നു, എന്താ സംഭവിക്കുക? ആ സമയത്ത് നേരത്തെ ശേഖരിക്കപ്പെട്ട, നമ്മൾ ആഹാരം കഴിക്കുന്നില്ലല്ലോ, എന്നാൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് വേണം, നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ തിരിച്ച് ഗ്ലൂക്കോസായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ശരി, അത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷനിൽ ഈ പറയുന്നത് പോലെ കൂട്ടാൻ സഹായിക്കുന്ന ആരാണ്? ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ യവനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും. അവനാണ് ഗ്ലൂക്കഗോൺ. അതാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരുമാണ് സംയുക്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്, ഇവരുടെ രണ്ടുപേരുടെയും സംയുക്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലെന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിന് ഉണ്ട്, പക്ഷേ ഇൻസുലിന് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടും. ആ കണ്ടീഷനെ നമ്മൾ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഒരു 160 മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പോകാൻ തുടങ്ങും. അപ്പോൾ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബെനഡിക്ട് ലായനി എന്ന് പറയുന്നൊരു ലായനി ഉപയോഗിക്കും. അത് ചൂടാക്കി നോക്കും. മൂത്രത്തിൽ ഈ ലായനി വെച്ചിട്ട് അതിനെ ചൂടാക്കി നോക്കുമ്പോൾ അതിനുണ്ടാകുന്ന കളർ വേരിയേഷൻ വെച്ചിട്ട് എത്രത്തോളം ഡയബറ്റിക് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതാണ് ആഗ്നേയഗ്രന്ഥി എന്ന് അറിയപ്പെടുക. ഇവിടെ PSC പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പറയുമ്പോൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ചിതറിക്കിടക്കുന്ന ചില കോശങ്ങളാണ്. അവരെ നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കും. ഐലറ്റ്സ് നോക്കണേ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. 2 തരം കോശങ്ങളാണ് അവിടെ, പ്രധാനമായും ആൽഫ, ബീറ്റ. ബീറ്റയാണ് ഇൻസുലിൻ ഉണ്ടാക്കുക.
ബീറ്റയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഗ്ലൂക്കഗോണാണ്. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫയും ബീറ്റ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനും ആണ്. ഓർത്തു വയ്ക്കണം ഈ പോയിന്റുകളെല്ലാം. ഇൻസുലിൻ ആദ്യമായി വേർതിരിച്ച വർഷം 1921 അത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ബാൻഡിക്കും ബെസ്റ്റും കൂടി ചേർന്നിട്ടാണ്. ബാൻഡിക്ക് ബെസ്റ്റ്. ഓക്കെ, ബെസ്റ്റ്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ ഇന്ന് ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടല്ലേ, അവർക്കൊന്നും അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ പോരാതെ വരികയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇൻസുലിനൊക്കെ വാങ്ങും അല്ലേ. അപ്പോൾ നോക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്നത് പോലെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ഇൻസുലിൻ്റെ പേരാണ് ഹ്യൂമുലിൻ. അതും കൂടെ ഒന്ന് ഓർമ്മിച്ചേക്കണേ, ഹ്യൂമുലിൻ. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ആരെ പഠിച്ചിട്ടുണ്ട്? ആഗ്നേയ ഗ്രന്ഥി, പാൻക്രിയാസ് ആരാണ്? മധുരഗ്രന്ഥി എന്ന് അറിയപ്പെടും. എന്താണ് മധുരഗ്രന്ഥി? സ്വീറ്റ് ബ്രെഡ്. നമ്മുടെ ശരീരത്തിലെ സമ്മിശ്ര ഗ്രന്ഥിയാണ്. എൻഡോക്രൈനുമാണ്, എക്സോക്രൈനുമാണ്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും, എൻസൈമും ഉൽപ്പാദിപ്പിക്കും. ഏറ്റവും വലിയ രണ്ടാമത്തെ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, ഗ്ലൂക്കോഗോണും ഉൽപ്പാദിപ്പിക്കും. ഈ രണ്ടുപേരുടെയും പ്രവർത്തനം കൊണ്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മാറാതിരിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ 80 മുതൽ 120 mg/100 ml. അതാണ് റാങ്ക് ഫയൽ ഫാക്ടർ PSCയുടേത്. എന്നാൽ SCRT 70 മുതൽ 110 mg/100 ml. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങളാണ്. പാൻക്രിയാസിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കുമ്പോൾ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോഗോൺ ഉണ്ടാക്കുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ആ ഗ്ലൂക്കോസുകളെ ചേർത്ത് ഗ്ലൈക്കോജനാക്കി കരളിലും പേശിയിലും ശേഖരിച്ച് വെപ്പിക്കുന്ന ആളാണ് ഇൻസുലിൻ. അപാരമായ ഒരു ഫങ്ഷനാണ് നിർവഹിക്കുന്നത്. ഏകദേശം ശരാശരി ഒരാളിൽ 1 ലിറ്ററോളം ഇൻസുലിനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇൻസുലിൻ ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതിൻ്റെ കുറവുകൊണ്ട് ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നതിലും രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാൽ നോർമൽ ലെവലിലേക്ക് ആകാൻ സഹായിക്കുന്നതാണ് ഗ്ലൂക്കോഗോൺ. ഇവരുടെ സംയുക്ത പ്രവർത്തനമാണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൃത്യമായിട്ട് നിലനിർത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1921 വില്യം ബാൻഡിക്കും ബെസ്റ്റുമാണ് ആദ്യമായി ഇൻസുലിനെ വേർതിരിച്ചെടുത്തത്. ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഗ്ലാൻഡിലേക്ക് പോകാം. നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രിനൽ ഗ്രന്ഥിയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നു. അപ്പോൾ PSC അങ്ങനെ തന്നെ ചോദിക്കും, വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അപ്പോൾ നമ്മൾ ഉത്തരം പറയണം, അഡ്രിനൽ ഗ്ലാൻഡാണ്. അഡ്രിനൽ ഗ്രന്ഥിയാണ് വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന് പുറമെ 2 ഭാഗങ്ങളുണ്ട്. പുറമെയുള്ള ഭാഗം കോർട്ടക്സ് എന്നാണ് അറിയപ്പെടുക. കോർട്ടക്സ് പുറമെ, കോർട്ടക്സ് എന്ന് പറയും. കോർട്ടക്സ് പുറം ഭാഗം. ഇതിൻ്റെ അകമേയുള്ള ഭാഗം മെഡുല എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അകഭാഗം. പുറം ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോർട്ടക്സ്, അകമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് മെഡുല. ഒരു കൂട്ടം ഹോർമോണുകൾ ഇവൻ ഉൽപ്പാദിപ്പിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നാണ് അറിയപ്പെടുക. നമുക്ക് കേൾക്കാം അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന്. ഈ അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ ഗ്ലാൻഡിനെ നമ്മൾ അടിയന്തര ഗ്രന്ഥി അല്ലെങ്കിൽ എമർജൻസി ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. അടിയന്തര ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തേക്കണം, അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. പുറമേയുള്ള ഭാഗമാണ് കോർട്ടക്സ്, അകത്തുള്ള ഭാഗമാണ് മെഡുല. ഒരു കൂട്ടം ഹോർമോണുകളെ ഇവർ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അവരെ നമ്മൾ കോർട്ടിക്കോയിഡുകൾ എന്നാണ് വിളിക്കുക. കോർട്ടിക്കോയിഡുകൾ കേൾക്കണം, കോർട്ടിക്കോയിഡുകൾ എന്ന് വിളിക്കും. കോർട്ടിക്കോയിഡുകൾ. 3 പ്രധാനപ്പെട്ട കോർട്ടിക്കോയിഡുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, 2
മിനറാലോ കോർട്ടിക്കോയിഡ്, മിനറാലോ കോർട്ടിക്കോയിഡ്, 3 സെക്സ് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ കോർട്ടിക്കോയിഡുകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളാണ്. ഇതിൽ ഒന്നാമത്തേത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, 2 മിനറാലോ കോർട്ടിക്കോയിഡ്, 3 സെക്സ് ഹോർമോൺസ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കാം. ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന ഈ ഹോർമോണിന് എക്സാമ്പിളാണ് കോർട്ടിസോൾ, കോർട്ടിസോൺ, കോർട്ടിക്കോസ്റ്റീറോയിഡ്. അപ്പോൾ 3 പേരുണ്ട് ഇതിനകത്ത് എക്സാമ്പിൾ. ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് കോർട്ടിസോളാണ്. കോർട്ടിസോളിൽ നിന്നായിരിക്കും PSC ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ശരീരത്തിനകത്തുള്ള ആഹാര ഘടകങ്ങളാണ്. നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. മറന്നു പോകരുത്. അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. അവൻ്റെ പ്രധാന ജോലി നമ്മൾ കഴിക്കണ പ്രോട്ടീനിൽ നിന്നും ഫാറ്റ്, കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. മനസ്സിലാവണോ? അടുത്തത് നമ്മുടെ ശരീരത്തിൽ അലർജി, ശരീരത്തിലുണ്ടാകുന്ന വീക്കം, ഒരു ഇൻഫ്ലമേഷൻ പോലെയൊക്കെ വീക്കം, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നതും കോർട്ടിസോളാണ്. ഇത് രണ്ടുമാണ് കോർട്ടിസോളിൻ്റെ ജോലി. ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന അതിൽ കോർട്ടെക്സ് ആണ്. അഡ്രിനൽ കോർട്ടെക്സ് ആണ് ഈ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ പുറം ഭാഗം, ഈ ഗ്രന്ഥിയുടെ പുറം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെയാണ് നമ്മൾ കോർട്ടിക്കോയിഡുകൾ എന്ന് പറയുന്നത്. 3 കോർട്ടിക്കോയിഡ് ഉണ്ട്. ഇതിൽ എവനെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്തത് മിനറാലോ കോർട്ടിക്കോയിഡിന് എക്സാമ്പിളാണ് ആൾഡോസ്റ്റീറോൺ. PYQ ആണ്, പ്രീവിയസ് ആണ്. ചോദ്യം എന്താണെന്നറിയാവോ? ചോദ്യം സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൾഡോസ്റ്റീറോൺ. അപ്പോഴറിഞ്ഞൂടാന്ന് എഴുതരുത്. ആൾഡോസ്റ്റീറോൺ ആണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആരാണ്? അഡ്രിനൽ ഗ്ലാൻഡ്. ഏത് കാറ്റഗറിയിൽ വരും? മിനറാലോ കോർട്ടിക്കോയിഡിൽ വരും. ഇനിയുള്ളത് സെക്സ് ഹോർമോൺ. അത് നമുക്ക് എന്താണെന്ന് അറിയാം. പുരുഷന്മാരിലും സ്ത്രീകളിലുള്ള സെക്സ് ഹോർമോണുകൾ. എന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആരാണ്? കോർട്ടെക്സ് ആണ്, അല്ലേ? കോർട്ടെക്സ് ആണ്. ഇനി നമ്മൾ ആരെക്കുറിച്ചാണ് അറിയേണ്ടത്? അഡ്രിനൽ ഗ്ലാൻഡിന് ഇനിയൊരു ഭാഗമുണ്ട്. അതെന്താണ്? മെഡുല്ല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതും 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് കേൾക്കാം. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ അകംഭാഗം അറിയപ്പെടുന്ന പേരാണ്, ഇന്നർ പാർട്ട് അറിയപ്പെടുന്ന പേരാണ് മെഡുല്ല എന്ന് പറയും കേട്ടോ. അഡ്രിനൽ മെഡുല്ല എന്നാണ് പറയപ്പെടുന്നത്. പുറം ഭാഗമാണ് കോർട്ടെക്സ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. മെഡുല്ല 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഒന്ന് എപ്പിനെഫ്രിൻ, 2 നോർ എപ്പിനെഫ്രിൻ. അടിയന്തരമായൊരു സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ അതിനെ നേരിടണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടണം. ഈ 2 സാഹചര്യങ്ങളെയും നേരിടാൻ, ഒരു അടിയന്തര സാഹചര്യം വന്നാൽ നമ്മുടെ ശരീരത്തെ നേരിടാൻ പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിന് പ്രാപ്തനാക്കുന്നതുമായ ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അതുകൊണ്ട് അത് അഡ്രിനാലിൻ എന്നാണ് അറിയപ്പെടുക കേട്ടോ. എപ്പിനെഫ്രിൻ്റെ വേറൊരു പേരാണ് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയും. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെയൊക്കെ പരീക്ഷയിൽ നമ്മൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോഴത്തേക്ക് മനസ്സൊരു വേറൊരു അവസ്ഥയിലായില്ലേ? ആ സമയത്തേക്ക്, അല്ലെങ്കിൽ ഇരുട്ടത്തൂടെ പോകുമ്പോഴത്തേക്ക് മനസ്സൊരു പ്രത്യേക ഒരു അവസ്ഥയിൽ, ഇവിടെ പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ, അല്ലേ, ഒരു പട്ടിയെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സൊക്കെ പേടിക്കൂലേ? ആ സമയത്തൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ എന്ന് പറയും. ചിലപ്പോൾ ആ പട്ടിയെ നമ്മൾ ഒരു കമ്പെടുത്ത് അടി കൊടുക്കാൻ നോക്കും. ചിലപ്പം ഈ പട്ടിയെ കണ്ടുകൊണ്ട് നമ്മൾ ഓടും. ഈ സമയത്തെല്ലാം ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടുക. ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടും. ഫൈറ്റ്, ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ മെഡിക്കൽ പുസ്തകങ്ങളിൽ. അതായത് ഈ ഗ്ലാൻഡിനെ നമ്മൾ 3S ഗ്ലാൻഡ്, 3F എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ശരി, ഓക്കെ. നോർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു മാതാവ് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്തു, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിനെ സർജറി കഴിഞ്ഞ് വരുന്ന ആൾക്കാരിൽ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്രത്യേകിച്ച് ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും, അതുകൊണ്ട് നമ്മളിതിനെ സർജിക്കൽ ഹോർമോൺ എന്നാണ് അറിയപ്പെടുക. ആരെയാണ്? നോർ അഡ്രിനാലിനെ.
നോർ എപ്പിനെഫ്രിൻ എന്നും പറയും. ഓക്കെ, അവനെ നമ്മൾ സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? സ്ത്രീകളിലെ 2 പ്രധാനപ്പെട്ട സെക്സ് ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഈസ്ട്രോജൻ എന്താണ്? ലൈംഗിക വളർച്ച, സ്ത്രീകളിലെ ലൈംഗിക വളർച്ച, അതുപോലെ തന്നെ അണ്ടോൽപാദനം, ആർത്തവ ചക്രം, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഫീമെയിൽ സെക്സ് ഹോർമോണാണ് ഈസ്ട്രോജൻ. ഓർത്തു വെക്കണം, ലൈംഗിക വളർച്ച, ഉൽപാദനം, ആർത്തവ ചക്രം, ഇത് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. എന്നാൽ പ്രൊജസ്ട്രോൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇത് വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ അബോർഷൻ ഉണ്ടാകും. ഓർത്തു വയ്ക്കുക, 2 ഫീമെയിൽ സെക്സ് ഹോർമോണുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. 1 ഈസ്ട്രോജൻ, 2 പ്രൊജസ്ട്രോൺ. ഇത് ലൈംഗിക വളർച്ച, 2 ഉൽപാദനം, 3 ആർത്തവ ചക്രം, ഇത് 3ഉം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. എന്നാൽ പ്രൊജസ്ട്രോൺ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ഭ്രൂണം ഗർഭാശയത്തിനുള്ളിൽ പറ്റിപ്പിടിപ്പിച്ച് നിർത്തുന്നത് പ്രൊജസ്ട്രോണാണ്. എന്നാൽ ടെസ്റ്റോസ്റ്റിറോൺ, പുരുഷന്മാരിലെ ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. വൃഷണങ്ങളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ടെസ്റ്റിസാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. യവൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന്മാരിലെ ലൈംഗിക വളർച്ച, ശബ്ദവ്യത്യാസം, രോമ വളർച്ച, ഇതിനെയൊക്കെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. നമ്മുടെ മാറെല്ലിന് പുറകിലായി നമ്മുടെ ഔരസാശയത്തിൽ കാണപ്പെടുന്ന ഒരു 2 ദളങ്ങളുള്ള 2 ഇതളുകളുള്ള ഗ്ലാൻഡാണ് തൈമസ് ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. തൈമസ് ഗ്രന്ഥി എന്നാണ് അതിനെ നമ്മൾ പറയുന്നതും അറിയപ്പെടുന്നതും. തൈമസ് ഗ്രന്ഥിയെ യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടും, അതായത് ജുവനൈൽ ഗ്ലാൻഡ് എന്നും അറിയപ്പെടും. യവൻ കുട്ടികളിലാണ് പ്രവർത്തിക്കുന്നത്. 14 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ പൂർണ്ണമായ വളർച്ച എത്തും, പിന്നെ അത് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും. കുട്ടികളിൽ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ. തൈമോസിൻ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗ്ലാൻഡ്, തൈമോസിൻ. അതുപോലെ തന്നെ വേറൊരു ഹോർമോൺ കൂടി ഉൽപ്പാദിപ്പിക്കാറുണ്ട്, തൈമിൻ. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന തൈമസ് ഗ്ലാൻഡാണ്. ഈ ഗ്ലാൻഡ് 2 ജോലികൾ, ഒന്ന് രോഗപ്രതിരോധ ശേഷി കുട്ടികളിൽ വർദ്ധിപ്പിക്കും നന്നായിട്ട്. കാരണം യവൻ ഈ പറയുന്നത് പോലെ T ലിംഫോസൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാറുണ്ട്. രോഗപ്രതിരോധത്തിനെതിരെ നന്നായിട്ട് പടവരുത്തുന്ന ഒരാളാണ് തൈമസ് ലിംഫോസൈറ്റ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഈ തൈമോസിൻ രോഗപ്രതിരോധത്തിന്, കുട്ടികൾക്ക് രോഗപ്രതിരോധം കൊടുക്കും. അതുപോലെ തന്നെ വാർദ്ധക്യബാധ തടയുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നൊരു ഹോർമോണാണ് ഈ പറയുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ശൈശവത്തിൽ നിന്നാണ് ഇതിൻ്റെ വളർച്ച ആരംഭിച്ച് ഒരു 13-14 വയസ്സാകുമ്പോൾ പരമാവധി വളർച്ച എത്തുകയും പിന്നെ പതുക്കെ ഡിമിനിഷ് ആവുകയും ചെയ്യുന്നൊരു ഗ്ലാൻഡാണ്. ഈ ഹോർമോണിനെ നമ്മൾ യുവത്വ ഹോർമോൺ എന്ന് പറയാറുണ്ട്. ജുവനൈൽ ഗ്ലാൻഡ്, ജുവനൈൽ ഹോർമോൺ എന്നൊക്കെ പറയുന്നതും ഇതിനെയാണ്. ഓക്കെ, പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വേറെ ചോദ്യങ്ങളൊന്നും അതിനകത്ത് സാധാരണ ചോദിക്കാറില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ്. ഹൈപ്പോതലാമസിനെ കുറിച്ച് കേൾക്കാം. നമ്മുടെ ശരീരത്തിലെ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഈ ഹൈപ്പോതലാമസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തലച്ചോറ് എന്ന് പറയുന്നൊരു പോർഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ആദ്യം അപ്ലോഡ് ചെയ്തൊരു ക്ലാസ്സാണ് ഈ തലച്ചോറിൻ്റെ ക്ലാസ്. അതിനകത്ത് തലച്ചോറിന് 5 ഭാഗങ്ങളിൽ 5ാമത്തെ ഭാഗമായി നമ്മൾ ഹൈപ്പോതലാമസിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും പറയുന്നില്ല. ഹൈപ്പോതലാമസ് ഗ്രന്ഥികളുടെ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന എന്താണ്, നമ്മുടെ പീയൂഷ ഗ്രന്ഥിയെ നിയന്ത്രിക്കും. അതോടൊപ്പം തന്നെ അതുവഴി അന്തസ്രാവി ഗ്രന്ഥികളുടെയൊക്കെ ഒരു കടിഞ്ഞാണ് യവൻ്റെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലാണ്? ഹൈപ്പോതലാമസിൻ്റെ കയ്യിൽ. യവൻ 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അത് രണ്ടും മാരകമായ 2 ഹോർമോണുകൾ. ഒന്ന് ഓക്സിറ്റോസിനും 2 വാസോപ്രസിനും. ഈ 2 ഹോർമോണുകളെയാണ് ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുക. പ്രസവ പ്രക്രിയ സുഗമമാക്കുന്നതിന് ഒരു ക്രൂഷ്യൽ റോൾ എടുക്കുന്ന ഒരാളാണ് ഈ ഓക്സിറ്റോസിൻ.
ഗർഭാശയത്തിലെ മിനുസപേശികളുണ്ട്, അവരെ സങ്കോചിക്കുകയും അതുപോലെ ആ ഒരു വഴിയിലൂടെ ഈ പറയുന്ന ഈ പ്രസവം എളുപ്പമാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഗർഭാശയം പ്രസവ സമയത്ത് സങ്കോചിച്ച് കുട്ടിയെ വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. യവൻ പ്രസവാനന്തരം പ്രസവം കഴിഞ്ഞിട്ട് മാതാവിൽ പാൽ ചുരത്താനും സഹായിക്കാറുണ്ട്. ആരാ? ഓക്സിറ്റോസിൻ. 2 ജോലികളാണ്. പ്രസവ സമയത്ത് ഗർഭാശയം ചുരുങ്ങാൻ സഹായിക്കും, അതുപോലെ മാതാവിൽ പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. കിഡ്നിയിൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ കുറഞ്ഞു പോയാൽ അമിതമായി നമ്മൾ മൂത്രം ഒഴിക്കും, മൂത്രം അമിതമായി ഉണ്ടാകും. അപ്പോൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവ് കൂടും, ശരീരത്തിൽ വെള്ളം നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുക. ശ്രദ്ധിച്ച് കേട്ടോണം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ അമിതമായി നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുക. വാസോപ്രസിൻ്റെ കുറവുണ്ട്. വാസോപ്രസിൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശരീരം ജലത്തെ നിലനിർത്തുമായിരുന്നു. കാരണം കിഡ്നിയിൽ നിന്നും ജലം ആഗിരണം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ. ക്ലിയറാണ്? വേനൽക്കാലത്ത് SCERT പുസ്തകത്തിലുള്ളതാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും, അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയും. എന്നാൽ തണുപ്പ് സമയത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയും, മൂത്രം കൂടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ അന്തസ്രാവി വ്യവസ്ഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ഒരു 5 വെറൈറ്റി ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 5 പോയിൻ്റ് അതും കൂടെ ഓർത്ത് വെക്കണം. അപ്പോഴും നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥ കംപ്ലീറ്റ് ആവും. കേൾക്കാം. ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ഏതാണ്? ഉത്തരം സെക്രീറ്റിൻ. സെക്രീറ്റിൻ. ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഹോർമോണിൻ്റെ പേരാണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്രലിൻ. PSC ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പോൾ, ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്രലിൻ. ആദ്യം കണ്ടുപിടിച്ച ഹോർമോണിൻ്റെ പേരാണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ. ഗ്യാസ്ട്രിൻ. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. ഗ്രലിനും ആമാശയം തന്നെ. ആഹാരം കിട്ടാതെ വരുമ്പോൾ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്രലിൻ. നോക്കണേ, ഏട്രിയം, ആ വാക്ക് കേൾക്കുക. ഏട്രിയം ഏതാണ്? ഹാർട്ട് അല്ലേ? ഓറിക്കിൾ, വെൻട്രിക്കിൾ. ഓറിക്കിളിൻ്റെ പുതിയ പേരാണ് ഏട്രിയം. അപ്പം ഏട്രിയൽ നാട്രിയൂററ്റിക് ഹോർമോൺ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൃദയം. എന്നാൽ നാട്രിയൂററ്റിക് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ബ്രെയിൻ. ഏട്രിയൽ എന്ന വാക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഏട്രിയൽ നാട്രിയൂററ്റിക് എന്നാണെങ്കിൽ ഹൃദയം, എന്നാൽ നാട്രിയൂററ്റിക് എന്ന് മാത്രമേ ഉള്ളൂ ബ്രെയിൻ. റിലാക്സിൻ, ഗർഭാശയം. റിലാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയമാണ്. കേട്ടോണം. റെനിൻ, എറിത്രോപോയിറ്റിൻ, ഈ ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കയാണ്. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് റെനിനും എറിത്രോപോയിറ്റിനും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആദ്യത്തെ ഹോർമോൺ സെക്രീറ്റിൻ. വിശന്നിരിക്കുമ്പോൾ ആമാശയം ഗ്രലിൻ. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്യാസ്ട്രിൻ. ഏട്രിയൽ നാട്രിയൂററ്റിക് ഹോർമോൺ ഹൃദയം. എന്നാൽ ബ്രെയിൻ ആണെങ്കിൽ നാട്രിയൂററ്റിക് ഹോർമോൺ, ഗർഭാശയം റിലാക്സിൻ, എന്നാൽ വൃക്ക റെനിനും എറിത്രോപോയിറ്റിനും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇത് നിങ്ങൾക്കൊരു മാർക്ക് നേടിത്തരാനുള്ള ആധികാരികമായ ക്ലാസ്സാണ്. മുഴുവൻ പോയിന്റുകളും ഈ ക്ലാസ്സിനകത്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പൂർണ്ണമായ തൃപ്തിയോടുകൂടി പറയുന്നു, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ഉപകാരം, അത് ഒരു കമൻ്റായി രേഖപ്പെടുത്തുക, ഒരു ലൈക്ക് രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ, അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ബട്ടൺ കൊടുക്കുക. എങ്കിലേ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നോടൊപ്പം ഈ ചാനലിനോടൊപ്പം സഞ്ചരിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്
തൊട്ടടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.